ഈ ഹൃദയത്തിലേക്ക് കടക്കാൻ എന്താണ് ഒരു എളുപ്പവഴി? ഹായ് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരെ എല്ലാം വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനായിട്ട് ഒത്തുകൂടുന്ന ഒരു സമയമാണിത്. വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്ന ഒരു മനോഹര ദിവസങ്ങളാണ് കടന്നു വരുന്നത്, ക്രിസ്മസ് കാലം. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് എന്താണ് ഒരു പ്രത്യേകത ഉള്ള വിഭവങ്ങൾ തരേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമുക്ക് തോന്നി നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം. അത് വലിയ തെറ്റില്ല അല്ലേ? കാരണവന്മാർ പറയാറുണ്ട്, എന്താ പറയാറുള്ളത്, ഹൃദയത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി നന്നായിട്ട് പാചകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കക്കയിറച്ചിയും കപ്പയുമാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. കക്കയിറച്ചി എന്ന് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ കലവറയാണ്. കപ്പ എന്ന് പറയുമ്പോൾ മലയാളിയുടെ പ്രിയപ്പെട്ട ഇഷ്ട ഭക്ഷണം. അപ്പോൾ ഇതിനെ രണ്ടിനും നമ്മൾ വളരെ ലളിതമായിട്ട് ഒത്തിരി മസാലയൊന്നും ചേർക്കാതെ തേങ്ങാപ്പാലിൽ നമ്മുടെ കക്കയിറച്ചി കപ്പയും കൂടി വേവിച്ചെടുക്കുന്ന വീഡിയോ ആണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ മാസം ഇടുന്ന നല്ല അടിപൊളി പാചക വീഡിയോ എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് പട്ടപ്പെടാനെത്തും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? എല്ലാവരെയും നമ്മുടെ ഈ കപ്പയും കക്കയിറച്ചിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ കപ്പയും കക്കയുടെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കപ്പ 2.5 കിലോ കപ്പയുണ്ട്. ഈ കപ്പ നമുക്കൊന്ന് 1/4 പരുവത്തിൽ വേവിച്ചെടുക്കണം. അതിന് നമുക്ക് കപ്പ നകലെ വെള്ളം ഒഴിച്ച് വെക്കാം. നമുക്ക് 1/4 പരുവത്തിൽ വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത്രയും സംഗതിയെങ്കിലും അത്തരം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പിടിക്കാൻ അവിടെ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കപ്പ പുഴുക്കിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അവിടെ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഇത്ര എടുത്താൽ മതി. ഉപ്പും നമ്മൾ നേരത്തെ കപ്പയ്ക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇത്രയും എടുത്താൽ മതി. കരിവേപ്പില ആവശ്യത്തിനെടുക്കാൻ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ, നല്ല മധുരമുള്ള വിളഞ്ഞ തേങ്ങയാണ് 1/2 മുറി. ചെറിയ ഉള്ളി ഏറ്റവും രുചിയാണ്, അത് നമ്മൾ അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം. ഇത്രയും സംഗതികൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പണ്ടൊക്കെ അരകല്ലെ വെച്ച് അമ്മച്ചിമാർ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കപ്പപ്പുഴുക്കിന്. അപ്പോഴാണ് രുചി. അരഞ്ഞു പോകരുത്. ആ തേങ്ങാപ്പീരയൊക്കെ അതിനകത്ത് കാണത്തക്ക രീതിയിൽ കിടക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ ഇട്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ. ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്ന ഇടാം. മുളകൊന്ന് ഒടിച്ച് കൊടുക്കാം, ചിലപ്പോൾ ചതയാൻ പാടായിരിക്കും. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. എല്ലാം റെഡിയായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഊറ്റി വെച്ച കപ്പ 1/4 പരുവത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ച ഊറ്റിയെടുത്ത നമ്മുടെ കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. നല്ല ആവി പറക്കുന്ന രീതിയിൽ വെന്ത് പോയിട്ടില്ല, 1/4 പരുവമായിട്ടേ ഉള്ളൂ. ഇത് കപ്പ നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ ഇവിടെ നമുക്ക് അത് ആക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഇതിൽ ഒരു 1/4 പരുവത്തിലാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല കടുമുടാന്ന് കിടക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ കപ്പ ഒരു 5-10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അതിന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ കപ്പയും കക്കയ്ക്കകത്ത് ആകെ ഇത്രയും വെള്ളമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. വെള്ളം വളരെ കുറവാണ്. നമ്മളിതിൽ തേങ്ങാപ്പാലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കറിവേപ്പില
ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ അങ്ങ് വരണം, അതിന് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ടാൽ മതി, ഒത്തിരി തീ വേണ്ട, കാരണം നമ്മുടെ കപ്പ മുക്കാലും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഒരു മുക്കാൽ പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ട്, ഉള്ളിലെ സംഗതിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1 കിലോ കക്കയുണ്ട്. ചെറിയ കക്കയാണ് നല്ല രുചിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും നമ്മളവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിവിടെ ചേർക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. മസാലകളെല്ലാം പൊടിച്ചത് ഗരം മസാല പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ നമുക്ക് ആവശ്യമാണ്. മുളക് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, ഇതും നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് മല്ലി എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന്. ഇത്രയും സംഗതികളാണ് നമുക്ക് കപ്പയ്ക്ക് ഇടുന്ന കക്കയുടെ കൂടെ വേണ്ടത്. കുറച്ച് സംഗതികളും കൂടെ ബാക്കിയുണ്ട്. ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ഇത് നടുവെ പിളർന്നതാണ്. 5 വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളി ഇവിടെ അധികം ആവശ്യമില്ല. ഇഞ്ചി ഇച്ചിരി ആവശ്യത്തിന് വേണം, നല്ല സ്മെല്ല് വരാനും ഒക്കെ ആയിട്ട്. മുളക് 2 എടുത്തിട്ടുള്ളൂ. കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ കക്കയുടെയും കപ്പയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. നമ്മളിവിടെ വെള്ളം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ, നല്ല വിളഞ്ഞ തേങ്ങ അരമുറി നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാൽ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്ലാസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കക്കയിലേക്ക് നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അപ്പം മഞ്ഞളൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കണം. ഈ തിരുമി യോജിപ്പിക്കുമ്പോഴാണ് ഈ കക്കയ്ക്കുള്ളിലേക്ക് ഇതിൻ്റെ എല്ലാ മണവും ആ മസാലയുടെ ഒക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുകയും കൂടി ചെയ്യണം. നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗ്ലാസ്സേ നമ്മളിവിടെ ഒഴിക്കുന്നുള്ളൂ. ഈ തേങ്ങാപ്പാലാണ് നമ്മുടെ കപ്പയുടെയും കക്കേനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ലിങ്ക്. നമ്മൾ മറ്റൊന്നും ഇവിടെ ചേർക്കുന്നില്ല. വെള്ളം നമ്മൾ ഒഴിക്കുന്നേ ഇല്ല. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ രുചി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്ത് നന്നായിട്ട്, അതായത് ആ ഡ്രൈ ആയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് കക്കയിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. നന്നായിട്ട് ഞെക്കി തിരുമിയെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കപ്പ അവിടെ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടിങ്ങനെ തിരുമിയെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് ചീനിച്ചട്ടിയിൽ നമ്മുടെ കക്ക വേവിച്ചെടുക്കാം. ഒരു 3/4 പരുവത്തിൽ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അല്പം കൂടി വെന്താൽ മതി. വെള്ളം നമ്മൾ ഒഴിക്കുന്നേ ഇല്ല. വെള്ളം ഒഴിക്കാതെ നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഉണ്ടാവും. റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കക്കയുടെ സ്മെല്ല് അടിച്ച് കയറുന്നുണ്ട് മനസ്സിലേക്ക്, മൂക്കിലോട്ട്. അപ്പം നമ്മുടെ കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട്. ആ കപ്പയിലേക്ക് നമുക്ക് നമ്മുടെ ഈ കക്ക അങ്ങ് ഇട്ട് കൊടുക്കാം, 1 കിലോ ഉള്ളത്. ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഈ കപ്പയും കക്കയും വെന്ത് വരുന്നത് ആ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിലെ ആവിയിലാണ്. വെള്ളം ഇനി ആവശ്യമേ ഇല്ല, ആ ആവിയിലാണ് വെന്ത് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. ചെറിയ തീയിൽ ആ വെള്ളം പറ്റി അതെല്ലാം ഒന്ന് ചേർന്ന് റെഡിയായി വരണം. അപ്പോഴാണ് ആ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കുന്ന പരിപാടിയാണ്. മലയാളിക്ക് ഏത് ആഹാരവും കടുക് പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്.
അപ്പം നമുക്ക് ഉണ്ടോ നമ്മുടെ കക്കയും നല്ല ആവിയിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുത്താലോ. എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചാൽ മതി. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എത്ര വേണേലും ഇടാം. നമ്മളിവിടെ 1 സ്പൂണ് കടുക് എടുക്കുന്നുണ്ട്. എണ്ണ മൂത്ത് വരുമ്പം കടുക് നല്ല പടപടാന്ന് പൊട്ടുന്നത് ഒരു സുഖമാണ്. മൂത്ത് വരട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും ഒരു 4-5 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബ്രൗൺ നിറത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും അത് പാകമായെന്ന്. അപ്പം നമുക്ക് നമ്മുടെ ആവിയിലങ്ങനെ തേങ്ങാപ്പാലിലങ്ങനെ വെന്തിരിക്കുന്ന കപ്പയും ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരല്പനേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ കപ്പ പുഴുക്ക് ഇളക്കിയെടുക്കാൻ നല്ല ഇതുപോലത്തെ തവി എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഉടച്ച് എടുക്കാൻ വേണ്ടി ഇത്തരം തവിയാണ് നമുക്ക് എടുക്കുന്നത് നന്നായിരിക്കും. കപ്പ അടിപൊളിയായിട്ടുണ്ട്. നല്ല ആവിയിലങ്ങനെ നല്ല സുഖമായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് പൊട്ടിക്കാൻ എടുത്ത് ഇടാം. വെള്ളത്തിൻ്റെ അംശമേ ഇല്ല. നമുക്ക് കക്കയും ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ പാത്രമായതുകൊണ്ട് നമുക്ക് നമ്മുടെ വലിയ പാത്രത്തിൽ തന്നെ വീണ്ടും ഇളക്കാൻ വേണ്ടി തിരിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോഴാണ് നന്നായിട്ട് മിക്സ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ പാത്രത്തിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കപ്പയൊക്കെ കണ്ടോ, ഒത്തിരി വെന്ത് പോയിട്ടില്ല. ഒരു മീഡിയം പരുവത്തിന് കപ്പ ഉണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവുകയാണ്. ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. വീട്ടിലിത് റെഡിയാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും. കാൽസ്യത്തിൻ്റെ കലവറയാണ് കപ്പ മലയാളിയുടെ ഇഷ്ടഭക്ഷണവും. എങ്ങനെയുണ്ട്? നല്ല മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിനി നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം, മെയിൻ ഡിഷായിട്ടും നമുക്ക് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കണമെന്ന് മാത്രം. ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ അടിപൊളി കപ്പയും തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എത്തുന്ന വഴി മനസ്സിലായോ? അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരും ഈ മാസം നമ്മളിടുന്ന വീഡിയോ അങ്ങ് ഇഷ്ടത്തോടെ കാണുക. എളുപ്പത്തിൽ കിടക്കാനുള്ള വഴി അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നവർക്ക് എല്ലാം ഏറ്റവും സ്നേഹത്തോടെ വീണ്ടും ഒരു ഹായ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ എത്തുന്നുണ്ട്. പാചകത്തിൻ്റെ ഈ മാസം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പാചക വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാത്തിരിക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്താം. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക്സ്.